സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33-ാം എറണാകുളം ജില്ലാ സമ്മേളനം ജനുവരി 6-7 തീയതികളിൽ പറവൂരിൽ. സമ്മേളനം മുൻ ലോക്സഭാംഗം പി.കെ. ബിജു ഉദ്ഘാടനം ചെയ്യും. മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്ന മുദ്രാവാക്യത്തോടെ നടത്തുന്ന ദ്വിദിന സമ്മേളനത്തിൽ റവന്യൂ ജില്ലയിലെ 14 ഉപജില്ലകളിൽ നിന്നുമായി 400ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ. ജനുവരി 6-ാം തീയതി രാവിലെ 9:30 പതാക ഉയർത്തുന്നതോടെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33-ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകും. പറവൂരിലെ കെ. ചന്ദ്രൻ മാസ്റ്റർ നഗറിൽ നടക്കുന്ന സമ്മേളനം മുൻ ലോക്സഭാംഗം പി.കെ. ബിജു ഉദ്ഘാടനം ചെയ്യും. മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ വികസിത കേരളം എന്നതാണ് ഈ വർഷത്തെ സമ്മേളന മുദ്രാവാക്യം. ശേഷം സമ്മേളന നഗരിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം ആലിൻചുവട് ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2ാം ദിവസം പൊതുചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. സെമിനാർ, മുൻകാലാധ്യാപക നേതൃത്വ സംഗമം, അശരണർക്ക് വസ്ത്രവിതരണം, രക്തദാന ക്യാമ്പ് എന്നിങ്ങനെ സർവ്വതല സ്പർശിയായ അനുബന്ധ പരിപാടികളും നടക്കും. ജില്ലാ സെക്രട്ടറി ഏലിയാസ് മാത്യു, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി, സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ, ജില്ലാ ട്രഷറർ PM ഷൈനി, സ്വാഗത സംഘം ജനറൽ കൺവീനർ KV രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 150-ലധികം വീടുകൾ 3 വർഷം കൊണ്ട് ഈ സംഘടന നമ്മുടെ സംസ്ഥാനത്ത് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോവിഡ് കാലഘട്ടത്തിലും ഈ പ്രദേശത്ത് ഉൾപ്പെടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അധ്യാപകർ വലിയ കൈത്താങ്ങായി പറവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുട്ടികളുടെ അക്കാദമിക് നിലവാരം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കരുതൽ എന്ന പേരിൽ എല്ലാ പഞ്ചായത്തിലും ഓരോ വിദ്യാലയം ഏറ്റെടുത്തുകൊണ്ട് അവർ അക്കാദമിക് സപ്പോർട്ട് കൊടുക്കുന്ന വലിയ പ്രവർത്തനവും ഈ വർഷം ചെയ്തിട്ടുണ്ട്. പറവൂരിൽ ഇന്ന് വൈകുന്നേരം ഡോക്ടർ സുനിൽ പി ഇളയിടം പങ്കെടുക്കുന്ന മതനിരപേക്ഷ വിദ്യാഭ്യാസം ബഹുസ്വര ഇന്ത്യ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിനകം തന്നെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുനിസിപ്പൽ വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് വസ്ത്രവും ഭക്ഷണവും ഞങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടിയൻ, പനമ്പള്ളി നഗർ.